ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു, ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഈ വാക്യത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഹൗവ വൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നു, ശേഷം ഭർത്താവിനും കൊടുക്കുകയാണ് കഴിക്കുവാനായിട്ട്. ദൈവം ആദാമിനോടാണ് നേരിട്ട് വന്ന് പറഞ്ഞത്, നീ ആ വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുത് എന്നുള്ളത്. പക്ഷെ ആ ആദാം തന്നെ ആ പാപത്തിലേക്ക് അകപ്പെട്ടു പോയി എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഹൗവയുടെ പ്രേരണയാൽ, ചിലരുടെ പ്രേരണയാൽ, ചിലർ പറയുന്നത് കേട്ട്, ചിലരുടെ പ്രവൃത്തികൾ കണ്ട് നാമും ഇതുപോലുള്ള പാപങ്ങളിൽ ചെന്ന് വീഴാറില്ലേ? എന്നാൽ ഓർക്കുക, ഒരു മനുഷ്യൻ പാപം ചെയ്യുന്നതിനേക്കാൾ വലുതാണ് മറ്റുള്ളവരെ പാപം ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുക എന്നുള്ളത്. മത്തായി സുവിശേഷം 18-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവന് ആരെങ്കിലും ഒരു ഇടർച്ച വരുത്തിയാൽ അവനെ തിരിക്കല്ലിൽ കെട്ടി സമുദ്രത്തിന്റെ ആഴത്തിൽ താഴ്ത്തുക എന്നാണ് യേശു കർത്താവ് പറയുന്നത്. അപ്രകാരം അത്രയും കഠിനമായ ഒരു പ്രവൃത്തിയാണ്, ഒരു പാപമാണ് ഈ മറ്റുള്ളവരെ പാപം ചെയ്യുവാൻ പ്രേരിപ്പിക്കുക എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഈ പാപങ്ങൾ കടന്നു വരുമ്പോൾ, ഇതുപോലെയുള്ള പ്രേരണകൾ കടന്നു വരുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? ആദ്യം അത് പാപമാണെന്ന് തിരിച്ചറിയുക എന്നുള്ളത്. അത് ആദ്യം പാപമാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് പിന്മാറുക. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകലുന്നതിനേക്കാൾ നല്ലതല്ലേ പാപത്തിൽ നിന്ന് പിന്മാറി ദൈവത്തോട് അടുക്കുന്നത്?